എല്ലാവർക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയബിൾ സെപ്പറബിൾ ഫോം ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യം പഠിച്ചു. അതുപോലെ തന്നെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കാൻ പറ്റാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ എങ്ങനെ നമുക്ക് സെപ്പറബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം വേരിയബിൾ സെപ്പറബിൾ ഫോം എന്നുള്ള നിലയിൽ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ നേരിട്ട് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ കഴിയാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അത്തരത്തിൽ മറ്റൊരു വേരിയബിളിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്തി സെപ്പറബിൾ ഫോമാക്കി മാറ്റി സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. Certain non-separable ordinary differential equations can be made separable by transformations that introduce for y a new unknown function എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെപ്പറബിൾ ആക്കാൻ പറ്റാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലുള്ള y എന്ന് പറയുന്ന വേരിയബിളിനെ മറ്റൊരു പുതിയ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലുള്ളത് ആയിരിക്കും. നമുക്കൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ എക്സ്. ഇവിടെ എഫ് എന്ന് പറയുന്നത് എനി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് ആണെന്നുള്ളത് അറിയാം. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് വൈ ബൈ എക്സ് ഒരു ഉദാഹരണമാണ്. ഇ റേസ് ടു വൈ ബൈ എക്സ് മറ്റൊരു ഉദാഹരണമാണ്. വൈ ബൈ എക്സ് ദ ഹോൾ റേസ് ടു 4. അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് വൈ ബൈ എക്സിലുള്ള ഫംഗ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് മറ്റൊരു പേരിട്ട് നമ്മൾ വിളിക്കും. അതാണ് ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ എക്സ് എന്നുള്ള നിലയിൽ ഉള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് വേരിയബിൾ സെപ്പറബിൾ ഫോമിലായിരിക്കില്ല. നമുക്ക് y എന്ന് പറയുന്ന വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കേണ്ടിയിരിക്കുന്നു. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ എക്സ് എന്നുള്ളത് എഴുതാം. അതിനുശേഷം വൈ ബൈ എക്സിനെ നമുക്ക് യു എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ y ഈക്വൽ ടു യു എക്സ് എന്നുള്ളതാവും. എന്നിട്ട് രണ്ട് വശവും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ dy ബൈ ഡി എക്സ് ആവും. യു എക്സിനെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നുള്ള നിലയിൽ നമുക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ എക്സ് എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന dy ബൈ ഡി എക്സും വൈ ബൈ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുതിയ വേരിയബിളായിട്ടുള്ള യുയിൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പുതിയ വേരിയബിളായിട്ടുള്ള യുയിലും എക്സിലുമുള്ള ഒരു ഇക്വേഷനായിട്ട് ആ ഇക്വേഷൻ മാറും. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് അതിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് മാറ്റാം. ആ ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോം ആയതിനു ശേഷം രണ്ട് വശവും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവസാനം നമുക്ക് യുവിന് പകരം വൈ ബൈ എക്സ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ജനറൽ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം. തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് പർട്ടിക്കുലർ സൊല്യൂഷനും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം അല്ലാത്ത ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഉദാഹരണം സോൾവ് 2x y ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമുക്കാദ്യം 2x y ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരുന്നാൽ ആദ്യം നോക്കേണ്ടത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ശ്രമിക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ y ഡാഷ് നിലനിർത്തി ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ y ഡാഷ് നിർത്തുന്നു. റൈറ്റ് സൈഡിൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2xy എന്നുള്ളതാവും. y ഡാഷ് എന്നുള്ളത് dy ബൈ ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ
നമുക്ക് എക്സ് സ്ക്വയർ പുറത്തെടുക്കാം. എക്സ് സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ നമുക്ക് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് കിട്ടും. ഡിനോമിനേറ്ററിലും നമുക്ക് എക്സ് സ്ക്വയർ പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് എക്സ് സ്ക്വയറുകളും താഴെ മുകളിലും ക്യാൻസൽ ചെയ്യാം. അതിനുശേഷം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വൈ ബൈ എക്സ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഈ ഇക്വേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ബൈ എക്സ് ഫോമാണ് അല്ലേ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സ്, എല്ലാത്തിലും വൈ ബൈ എക്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്ക് ഫംഗ്ഷൻ ഓഫ് വൈ ബൈ എക്സ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് വൈ ബൈ എക്സ് ഉള്ളിടത്തെല്ലാം യു കൊടുക്കാം. പുട്ട് വൈ ബൈ എക്സ് ഈക്വൽ ടു യു വിച്ച് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു യു എക്സ്. ഇനി നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു യു പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഡി വൈ ബൈ ഡി എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സിന് പകരം യു പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ വൈ ബൈ എക്സ് ഉള്ളിടത്തെല്ലാം യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് യു സ്ക്വയർ മൈനസ് 1 ബൈ 2u എന്നുള്ളതും കിട്ടും. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 1 ബൈ 2u എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് യു റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 1 ബൈ 2u മൈനസ് യു എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 1 മൈനസ് 2u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2u എന്നുള്ളതും കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എക്സിലും യുയിലുമുള്ള ഒരു ഇക്വേഷൻ ആയിട്ടാണ്. ഇനി നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കി മാറ്റാം. അപ്പോൾ യു വരുന്ന ടേംസ് ഒരിടത്തും എക്സ് വരുന്ന ടേംസ് മറ്റൊരിടത്തുമായിട്ട് നമുക്കിതിനെ മാറ്റാം. അപ്പോൾ 2u ഡിവൈഡഡ് ബൈ മൈനസ് യു സ്ക്വയർ പ്ലസ് 1 ഡി യു എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കാം. അതിനെ ഒന്നും കൂടി നമുക്ക് മോഡിഫൈ ചെയ്താൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള നെഗറ്റീവ് റൈറ്റ് സൈഡിലോട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2u ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 1 ഡി യു ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് ഡി എക്സ് എന്നുള്ളതായിട്ട് മാറും. അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ രണ്ട് വശവും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ 2u ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് 1 ഡി യു ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്നുള്ളത് കിട്ടും. നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചപ്പോൾ അറിയാവുന്ന കാര്യമാണ്, ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിലെങ്കിൽ നമുക്ക് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ 2u ബൈ യു സ്ക്വയർ പ്ലസ് 1 ഡി യു എന്നുള്ളത് ലോഗ് യു സ്ക്വയർ പ്ലസ് 1 എന്നുള്ളതായിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് c1 എന്നുള്ളതും കിട്ടും. മൈനസ് ലോഗ് മോഡ് എക്സ് എന്നുള്ളതിനെ നമുക്ക് മാറ്റാൻ അറിയാം അല്ലേ. എ ലോഗ് എക്സ് എന്നുള്ളത് ലോഗ് എക്സ് റൈസ് ടു എ എന്നുള്ളത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. ലോഗ് മോഡ് എക്സ് റൈസ് ടു മൈനസ് 1 എന്നെഴുതാം. എക്സ് റൈസ് ടു മൈനസ് 1 എന്നുള്ളതിനെ 1 ബൈ എക്സ് എന്നുള്ളത് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ലോഗ് മോഡ് 1 ബൈ എക്സ് പ്ലസ് c1 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ലോഗ് കളയാൻ വേണ്ടി രണ്ട് വശവും എക്സ്പൊണൻഷ്യൽ എടുക്കാം. അപ്പോൾ ഇ റൈസ് ടു ലോഗ് യു സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് മോഡ് 1 ബൈ എക്സ് പ്ലസ് c1. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് യു സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് മോഡ് 1 ബൈ എക്സ് ഇൻറ്റു ഇ റൈസ് ടു c1 എന്നുള്ളത് കിട്ടും. ഇവിടെ ഇ റൈസ് ടു c1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് സി എന്ന് വിളിക്കാം. യു സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു സി ബൈ എക്സ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് യു ഉള്ളിടത്തെല്ലാം വൈ ബൈ എക്സ് ആക്കും എന്നുള്ളതാണ്. അപ്പോൾ വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു സി ബൈ എക്സ് എന്നുള്ളത് കിട്ടും. വിച്ച് ഇംപ്ലൈസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു സി ബൈ എക്സ്, വിച്ച് ഇംപ്ലൈസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു സി ബൈ എക്സ്, വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി എക്സ്, വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സി എക്സ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. സോൾവ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് വൈ. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത്
വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. എക്സ് വൈ ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് വൈ എന്നുള്ളത് ആദ്യം എഴുതാം. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ വൈ ഡാഷ് നിലനിർത്താം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ ബൈ എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ ബൈ എക്സ് എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ ഇവിടെയും നമുക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് നമുക്ക് മാറ്റാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ വൈ ബൈ എക്സ് ഉള്ളിടത്തെല്ലാം യു എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ വൈ ഈക്വൽ ടു യു എക്സ് കിട്ടും. ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് യു പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നുള്ളതും കിട്ടും. നമുക്ക് തിരിച്ച് ഇക്വേഷൻ നമ്പർ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു യു ഇൻറ്റു യു എക്സ് പ്ലസ് യു എന്നുള്ളത് കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു യു സ്ക്വയർ ഇൻറ്റു എക്സ് എന്നുള്ളത് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഡി യു ബൈ യു സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ് എന്നുള്ള വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. ഇനി നമുക്കറിയാം ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ ഡി യു ബൈ യു സ്ക്വയർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് എന്നുള്ളത് കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു റൈസ് ടു -1 ബൈ -1 ഈക്വൽ ടു എക്സ് പ്ലസ് സി എന്നുള്ളത് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 1 ബൈ യു ഈക്വൽ ടു -x മൈനസ് സി എന്നുള്ളതായി മാറും. വിച്ച് ഇംപ്ലൈസ് യു ഈക്വൽ ടു 1 ബൈ -x മൈനസ് സി. അതിനുശേഷം യു ഉള്ളിടത്തെല്ലാം നമുക്ക് വൈ ബൈ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ വൈ ബൈ എക്സ് ഈക്വൽ ടു 1 ബൈ -x മൈനസ് സി എന്നുള്ളത് കിട്ടും. വിച്ച് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു എക്സ് ബൈ കെ മൈനസ് എക്സ്. ഇവിടെ നമ്മൾ മൈനസ് സി എന്നുള്ളത് കെ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് ബൈ കെ മൈനസ് എക്സ് എന്നുള്ള ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. എക്സ് വൈ ഡാഷ് ഈക്വൽ ടു വൈ പ്ലസ് 3x റേസ് ടു 4 കോസ് സ്ക്വയർ വൈ ബൈ എക്സ്. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വൈ ഓഫ് 1 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം വേരിയബിൾ സെപ്പറബിൾ ഫോം ഈ രീതിയിൽ നമുക്ക് മാറ്റാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് ഹോമോജീനിയസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. അപ്പോൾ ഇടതുവശത്ത് വൈ ഡാഷ് നിലനിർത്തണം. അപ്പോൾ വൈ ഡാഷ് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വൈ ഡാഷ് ഈക്വൽ ടു വൈ ബൈ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 3 കോസ് സ്ക്വയർ വൈ ബൈ എക്സ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ ബൈ എക്സ് എന്നുള്ള ഫോമിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. അതിനുശേഷം വൈ ബൈ എക്സ് ഉള്ളിടത്തെല്ലാം യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈ ഈക്വൽ ടു യു എക്സ് എന്നും ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് യു പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നുള്ളതും കിട്ടും. ഈ രണ്ട് കാര്യങ്ങളും വൈയും ഡി വൈ ബൈ ഡി എക്സും ഇക്വേഷൻ നമ്പർ 1-ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് യു പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു യു പ്ലസ് 3x റേസ് ടു 3 കോസ് സ്ക്വയർ യു എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ എക്സിലും യുയിലുമുള്ള ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ വീണ്ടും നമുക്കൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് റേസ് ടു 3 ഇൻറ്റു കോസ് സ്ക്വയർ യു എന്നുള്ളത് കിട്ടും. നമുക്കിവിടെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഡി യു ബൈ കോസ് സ്ക്വയർ യു ഈക്വൽ ടു 3x സ്ക്വയർ ഡി എക്സ് എന്നുള്ള വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് നമുക്ക് മാറ്റാം. 1 ബൈ കോസ് സ്ക്വയർ യു എന്നുള്ളത് സീക്കൻ സ്ക്വയർ യു കൊടുക്കാം. അപ്പോൾ നമുക്ക് സീക്കൻ സ്ക്വയർ യു ഡി യു ഈക്വൽ ടു 3x സ്ക്വയർ ഡി എക്സ് എന്നുള്ള വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റിയിട്ടുള്ള ഇക്വേഷനായിട്ട് കിട്ടും. ഇനി നമുക്കറിയാവുന്നതുപോലെ രണ്ട് വശവും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമുക്കറിയാം ഇൻ്റഗ്രൽ സീക്കൻ സ്ക്വയർ യു ഡി യു എന്നുള്ളത് ടാൻ യു ആണെന്നറിയാം. അപ്പോൾ ടാൻ യു ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് യു ഉള്ളിടത്തെല്ലാം വൈ ബൈ എക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടാൻ വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് സി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ജനറൽ സൊല്യൂഷനായിട്ട് മാറുന്നത്. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. നമുക്കറിയാം ഇത് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലമാണ്. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ തന്നിട്ടുള്ള ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വൈ ഓഫ് 1 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇനിഷ്യൽ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്താൽ എക്സ് 1 ആകുമ്പോൾ വൈ 0 ആകും എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ഉള്ളിടത്തെല്ലാം 1 കൊടുക്കാം, വൈ ഉള്ളിടത്തെല്ലാം 0 കൊടുക്കാം. അപ്പോൾ ടാൻ 0 ഈക്വൽ ടു 1 പ്ലസ് സി എന്നുള്ളത് വരും. ടാൻ 0 ആണെന്നറിയാം. 0 ഈക്വൽ ടു 1 പ്ലസ് സി. അവിടെ നിന്ന് നമുക്ക് സി എന്നുള്ളത് -1 ആയിട്ട് മാറും. ഈ കോൺസ്റ്റൻറ്റ് വീണ്ടും നമ്മൾ
ഇക്വേഷൻ നമ്പർ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് tan y/x ഈക്വൽ ടു x³ മൈനസ് 1 എന്നുള്ളത് കിട്ടും. ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. tan ഓഫ് y/x എന്നുള്ളത് x³ മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് y/x എന്നുള്ളത് tan ഇൻവേഴ്സ് x³ മൈനസ് 1 ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് y ലെഫ്റ്റ് സൈഡിൽ നിലനിർത്താം, എക്സ് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് ഇൻറ്റു tan ഇൻവേഴ്സ് x³ മൈനസ് 1 എന്നുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് നേരിട്ട് മാറ്റാൻ കഴിയാത്ത ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ മറ്റൊരു വേരിയബിളിലോട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ട് വേരിയബിൾ സെപ്പറബിൾ ഫോമാക്കി മാറ്റി സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ മറ്റൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്